ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ 2025 പാവം അങ്ങ് പോയിട്ടോ. 2026 വന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലൊരു പുതുവർഷമാവട്ടെ. അപ്പോൾ ഇന്നുണ്ടല്ലോ കല്യാണത്തിന് സാരി ഉടുക്കുന്ന സമയത്താണ് പറഞ്ഞത് കാൽ ചായ കുടിച്ചിട്ട് വരാമെന്ന്. അതാ എൻ്റെ കോലം അങ്ങനെ കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ തന്നെ ഒരുങ്ങി. എനിക്ക് പറ്റുന്ന എല്ലാ കഴിവും ഞാൻ ഇതിൽ തീർത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ കല്യാണത്തിന് ഞാൻ വിചാരിച്ച പോലെ ഒരുങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അത് വേറൊരു കഥയാണ്. പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ പറയാം കേട്ടോ. അങ്ങനെ സാമ്പാർ, ഇഡലി, അതുപോലെ തന്നെ ഉഴുന്നുവട, കേസരി, ചമ്മന്തി, അപ്പം, കുറുമ, ചായ എല്ലാം കൂടി ഒരു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടുത്തമ്മയും ഞാനും പിന്നെ ഏകദേശം ഒപ്പരൊപ്പരല്ലേ ഉണ്ടാവുന്നത്. ഈ ചിരി ഒന്നും കണ്ടല്ല, ആരോ എന്തോ കമൻ്റ് അടിച്ചതുകൊണ്ട് ഞാൻ ചിരിച്ചതാണ് കേട്ടോ. പിന്നെ ചെക്കനും പെണ്ണെല്ലാം ഒരുങ്ങി അവരുടേതായ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അവിടെ നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലെത്തി. ഇത് ചെക്കൻ്റെ അമ്മയാണ് കേട്ടോ. അതായത് നമ്മളെ അടുത്തമ്മ. ഇവിടുന്നും കുറച്ച് ഫോട്ടോസ് അവരെടുക്കുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് ഗുരുവായൂർ അറിയാമല്ലോ, കുറേ കല്യാണം ഉണ്ടാവും. അപ്പോൾ ടോക്കൺ അനുസരിച്ചാണ് കല്യാണം കയ്യിൽ. അങ്ങനെ നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം തുടങ്ങി. എനിക്ക് ദൂരത്ത് നിന്നാണ് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് എടുക്കുന്നതിൻ്റെ മാക്സിമം ഞാൻ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസ്. പക്ഷേ അടുത്ത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് ആ ഒരു ന്യൂ ഇയറിൻ്റെ തുടക്കം അവിടെ ഉണ്ടാവാൻ സാധിച്ചതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷത്തിലാണ്. അപ്പോൾ ഈ ഒരു വർഷം ഞാൻ വിചാരിച്ച കുറേ കാര്യങ്ങളുണ്ട്, അത് സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതൊക്കെ കഴിഞ്ഞ് ആർത്തിമാരും ഞാനും കൂടി റീൽസ് എടുത്തതാണ്. ഇത് കുളവായിട്ടൊന്നുമില്ല, നമ്മൾ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് വീണ്ടും എടുത്തിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൊതുവേ കലാപരിപാടികൾ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് ആസ്വദിച്ചു. ഇത് തൊട്ടടുത്തുള്ള വേറൊരു ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയാണ്. നമ്മുടെ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും തന്നെ അവിടെ നിന്നും മാലയൊക്കെ മാറ്റി. അതും നല്ലൊരു അടിപൊളി ഫങ്ഷനായിരുന്നു. എല്ലാം കണ്ട് ആസ്വദിച്ചങ്ങ് നിന്നു ഗൈസ്. പിന്നെ വേറൊന്നും എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ലൊരു സന്തോഷത്തിലാണ് എല്ലാം അങ്ങ് ആസ്വദിക്കും എല്ലാം ചെയ്തത്. കാരണം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, ജനുവരി 1-ാം തീയതി ഗുരുവായൂരെത്തി. അതിന് ഈ ഒരു കല്യാണം ഒരു നിമിത്തമായി. അതുകൊണ്ട് അധികം ഒന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ല ഗൈസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തൃശ്ശൂർ സദ്യ കഴിക്കാനുള്ള ഒരു ഈലാണ്. നമ്മുടെ നാട്ടിലെല്ലാം സദ്യ ഇല ഇട്ടിട്ട് നമ്മളെ മുമ്പ് നിന്നല്ല കറികൾ വിളമ്പ്. ഇതങ്ങനെയല്ല, കറികളെ വിളമ്പി സെറ്റാക്കിയതിന് ശേഷം ചോറും സാമ്പാറും വിളമ്പുമ്പോൾ മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. അപ്പം നല്ല അടിപൊളി സദ്യയായിരുന്നു. സാമ്പാറുണ്ട്, പരിപ്പ് നെയ്യ് ഇട്ടിട്ട് വേറെ തന്നെ ഒരു കറി അവിടെ ഉണ്ട്. ഉപ്പ് തൊട്ടുന്ന എല്ലാ കറിയും അടിപൊളിയായിരുന്നു. പിന്നെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കണ്ണൂരിനെ അപേക്ഷിച്ച് ഇതിൽ കൂട്ടുകറിക്കെല്ലാം മധുരമുണ്ട്. അങ്ങനെ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ നാട്ടിലേക്ക് പുറപ്പെട്ടു. ബസ്സിൽ എല്ലാവരും ശൂന്യമായിരുന്നു. എല്ലാവരും ടയേർഡായതുകൊണ്ട് എല്ലാവരും ഒരുവിധം ഉറങ്ങി. അപ്പോൾ പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. പകുതി വഴിക്ക് വെച്ച് നമ്മളൊരു ചായ കുടിക്കാൻ കയറി. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ വാടിത്തളർന്ന ആൾക്കാരെല്ലാം ഉന്മേഷത്തോടെ അങ്ങ് ഉയർത്തെണിച്ചു. അടിപൊളിയായിട്ട് പാട്ടിനനുസരിച്ച് ഞങ്ങൾ ചുവട് വെക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ എവിടെ പോയാലും എനിക്ക് ഡാൻസ് കളിക്കണം, അത് ശീലിച്ചു പോയി. അത് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ചും കൂടി അർമാദിക്കൽ പരിപാടി തുടങ്ങിയത്. അങ്ങനെ നേരെ നാട്ടിലെത്തി. അങ്ങനെ കല്യാണ ചെക്കനെയും പെണ്ണിനെയും വീട്ടിലേക്ക് കയറ്റി മീൻസ് അവർ വീട്ടിലേക്ക് കയറി. അപ്പം ഞാൻ എൻ്റെ ബത്രൂനെ കണ്ടു. ബത്രൂ പിന്നെ ആദ്യമായിട്ടുള്ള മുഖഭാവമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. അവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ വീട്ടിൽ പോയിട്ട് ബൈ, സീ യു.